8 ഭീമൻ കവാടങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് സങ്കൽപ്പിക്കൂ. ഓരോ കവാടവും മുൻപത്തേതിനേക്കാൾ ഗംഭീരം. ഓരോ കവാടത്തിന്റെയും പിന്നിൽ മനുഷ്യന്റെ ഭാവനയ്ക്ക് അതീതമായ ഒരു ലോകം. ദുഃഖവും വേദനയും ഭയവും എന്നേക്കും അവസാനിക്കുന്ന ഒരിടം. അതാണ് ജന്നത്ത് അഥവാ സ്വർഗം. പക്ഷേ സ്വർഗമെന്നത് ഒരു പരവതാനിയല്ല. സ്വർഗത്തിന് പല പല നിലകളുണ്ട്. ഓരോ നിലയും അടുത്തതിനേക്കാൾ മഹത്തരം, കൂടുതൽ ദിവ്യം, കൂടുതൽ സൗഭാഗ്യദായകം. സ്വർഗത്തിലെ ആ നിലകളുടെ തുടക്കം അഭയത്തിന്റെ തോട്ടം മുതൽ അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിലുള്ള ഏറ്റവും ഉന്നതമായ നില വരെ. ഇന്ന് നമുക്കൊരു യാത്ര പോകാം. സ്വർഗത്തിലെ ഓരോ നിലകളെയും എന്താണ് അതുല്യമാക്കുന്നത്? ആർക്കാണ് അവിടെ പ്രവേശിക്കാൻ സാധിക്കുക? ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം നമുക്ക് പഠിക്കാം. നില 7, ജന്നത്തുൽ മഅവ, അഭയത്തിന്റെ തോട്ടം. ഇവിടെ വിശ്വാസികൾക്ക് ഭക്തിയുടെ ഏറ്റവും ഉന്നത സ്ഥാനം നൽകപ്പെടുകയില്ല എങ്കിലും വിശ്രമവും ശാന്തിയും സ്വസ്ഥതയും അവർക്ക് നൽകപ്പെടും. സൂറത്ത് അൽ കഹഫിലെ 107-ാമത്തെ ആയത്തിൽ കാണാം, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർക്ക് ഫിർദൌസിന്റെ തോട്ടങ്ങൾ വാസസ്ഥലമായിരിക്കും. സ്വർഗത്തിന്റെ 7-ാം നിലയിൽ വിശ്വാസികളെ കാത്തിരിക്കുന്നത് അനന്തമായ പച്ചപ്പും മൃദുലമായ ദൃശ്യഭൂമിയും ശുദ്ധജലവും പാലും തേനും ലഹരി ബാധിക്കാത്ത വീഞ്ഞും ഒഴുകുന്ന നദികളും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള മാളികകളും മരണമില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത നല്ലവരായ പ്രിയപ്പെട്ടവരുമായുള്ള പുനർജീവിതമാണ്. ഇവിടം സ്വർഗത്തിന്റെ അടിത്തട്ടാണെങ്കിലും നാം ഇപ്പോൾ ജീവിക്കുന്ന ഭൂമിയേക്കാൾ എത്രയോ മനോഹരമായിരിക്കും അവിടം. നില 6, ജന്നത്തുൽ നഈം, ആനന്ദത്തിന്റെ തോട്ടം. ഭക്തിയിൽ ഉത്കൃഷ്ട കൈവരിച്ചവർക്കുള്ള പ്രതിഫലമാണിത്. ഇവിടം വെറുതെ വിശ്വസിച്ചവർക്ക് മാത്രമല്ല, ഭക്തിയിൽ ഉത്കൃഷ്ട കൈവരിച്ചവർക്കുള്ള പ്രതിഫലമാണിത്. സൂറ ലുഖ്മാനിലെ 8-ാം ആയത്തിൽ കാണാം, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ആനന്ദത്തിന്റെ ഉദ്യാനങ്ങളുണ്ട്. ആരായിരിക്കാം അവരൊക്കെ? വിനയമുള്ളവരും നന്ദിയുള്ളവരും ഉദാരമതികളും ദാനശീലരും സദാ അള്ളാഹുവിനെ സ്മരിക്കുന്നവരും. 6-ാം നിലയുടെ അവകാശികൾ. അവർക്ക് പട്ടുകൊണ്ടുള്ള കിടക്കകൾ ലഭിക്കും. ആഭരണങ്ങൾ പതിപ്പിച്ച കിരീടങ്ങളും മൃദുലമായ വസ്ത്രങ്ങളും നൽകപ്പെടും. ഒരിക്കലും വറ്റാത്ത നദികളും അവർക്ക് നൽകപ്പെടും. യഥാർത്ഥ സ്വസ്ഥത, യഥാർത്ഥ ആനന്ദം, യഥാർത്ഥ പ്രതിഫലം. നില 5, ജന്നത്തുൽ ഖുൽദ്, നിത്യതയുടെ തോട്ടം. 5-ാം നിലയിൽ ആനന്ദത്തിന് പുറമെ അനന്തതയിലേക്കാണ് കടക്കുക. ഇവിടം ഇളക്കമില്ലാത്ത പ്രതിബദ്ധത കാണിച്ച വിശ്വാസികൾക്കുള്ളതാണ് 5-ാം നില. തന്നിൽ പരീക്ഷിക്കപ്പെട്ടിട്ടും ഈമാനിൽ ഉറച്ചു നിന്നവർക്ക് വേണ്ടിയുള്ളത് മാത്രം. സൂറ അസ്-സുഖ്റൂഫിലെ 72-ാം ആയത്തിൽ കാണാം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി നിങ്ങൾക്ക് അവകാശമാക്കി തന്ന സ്വർഗം ഇതാകുന്നു. ഇവിടെ വിശ്വാസികൾ പ്രായമേറാത്തവരും ക്ഷീണം ബാധിക്കാത്തവരുമാണ്. അവരുടെ ഓരോ ആഗ്രഹവും ഉടനടി നിറവേറ്റപ്പെടും. ഇവിടുത്തെ വിശ്വാസികൾക്ക് ഭാവനയ്ക്ക് അതീതമായ വൃക്ഷങ്ങളും അത്ഭുതകരമായ ഫലങ്ങളും നൽകപ്പെടും. സ്വർഗത്തിൽ അവർക്ക് തൽക്ഷണം സഞ്ചരിക്കാനുള്ള ശക്തി നൽകപ്പെടും. മലക്കുകളുടെ സഹവാസം, വിശപ്പ്, ദാഹം, ക്ഷീണം, സങ്കടം ഇതൊന്നും അവരെ ബാധിക്കില്ല. 5-ാം നില സഹിഷ്ണുത കാണിച്ചവർക്കുള്ള പ്രതിഫലമാണ്. ജീവിതം കഠിനമായപ്പോഴും ക്ഷമ കൈക്കൊണ്ടവർക്ക്, അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകാത്തവർക്ക്. നില 4, ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം. ഇവിടെ അസൂയയോ വിദ്വേഷമോ വികാരങ്ങളോ ഇല്ല. ഇത് ശുദ്ധമായ ഐക്യത്തിന്റെ ഒരിടമാണ്. വിശ്വാസികൾ പരസ്പരം നിത്യവും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരിടം. സൂറ അൻആമിലെ 127-ാം ആയത്തിൽ കാണാം, അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ടായിരിക്കും. സൂറ യൂനിസിലെ 25-ാം ആയത്തിൽ കാണാം, അള്ളാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആരായിരിക്കും ഇവിടെ അർഹതയുണ്ടാവുക? മറ്റുള്ളവരുമായി സമാധാനത്തോടെ ജീവിച്ചവർ, ദയയും കാരുണ്യവും ക്ഷമയും വഴക്കും നാടകവും അഹംഭാവവും ഒഴിവാക്കിയവർ, പ്രവൃത്തിയാൽ നന്മ ചെയ്തവർക്ക് മാത്രമുള്ളതല്ല, സ്വഭാവത്തിൽ കരുണ കാണിച്ചവർക്കുള്ളതാണ് ഇവിടം. നിത്യശാന്തിയും സമാധാനത്തിന്റെ മാളികകളും അവർക്ക് നൽകപ്പെടും. നില 3, ജന്നത്തുൽ ഏദൻ, ഖുർആനിൽ ശ്വാസവാസത്തിന്റെ ഉദ്യാനങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഇവിടം കൊണ്ടാണ്. സൂറ അർ-റഅദ് 23-ാം ആയത്തിൽ കാണാം, ശ്വാസമായ ഉദ്യാനങ്ങൾ അവരുടെ പൂർവികരിൽ, ഇണകളിൽ, സന്തതികളിൽ നിന്ന് നേർവഴി സ്വീകരിച്ചവർക്കൊപ്പം അതിൽ പ്രവേശിക്കും. ദുനിയാവിൽ പിരിഞ്ഞിരുന്ന നിങ്ങളുടെ നേർവഴി സ്വീകരിച്ച കുടുംബത്തോടൊപ്പം ഒന്നിക്കാൻ കഴിയുന്ന ഒരിടം. ഇവിടെ നദികളും ഉന്നതമായ മാളികകളും ഒരക്ഷരം ഉച്ചരിക്കേണ്ടതില്ലാതെ ആവശ്യമുള്ളത് മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ നൽകപ്പെടുകയും ചെയ്യുന്നു. എല്ലാത്തിനുമുപരി അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സാമീപ്യം അവിടെ അനുഭവിക്കപ്പെടും. ഏറ്റവും മഹത്തരമായത് എന്തെന്നാൽ ഈ ദുനിയാവിലെ ഓരോ സന്തോഷവും ഇവിടത്തെ ഒരൊറ്റ നിമിഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതായി തോന്നും. നില 2, ജന്നത്തുൽ ഫിർദൌസ്, ഏറ്റവും ഉന്നതമായ തോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ജന്നത്ത് ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൌസ് ചോദിക്കൂ. എന്തുകൊണ്ട്? കാരണം ഫിർദൌസ് ആണ് ഏറ്റവും ഉന്നതം, ഏറ്റവും സുന്ദരം, ഏറ്റവും മഹത്തരം. അതിനുമേലെ അള്ളാഹുവിന്റെ അർശാണ്. അതിൽ നിന്നാണ് ജന്നത്തിന്റെ നദികൾ ഒഴുകുന്നത്. ഇത് തന്റെ ഹൃദയം ഏറ്റവും ആഴത്തിൽ ശുദ്ധീകരിച്ചവർക്കുള്ളതാണ്. കർമ്മങ്ങൾ മാത്രമല്ല, ഫിർദൌസിലെ ഓരോ വ്യക്തിക്കും സ്വർണവും വെള്ളിയും രത്നക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മാളിക തന്നെ ഉണ്ടായിരിക്കും. ഇവിടെയാണ് പരമമായ ആനന്ദം, സ്വാതന്ത്ര്യം, നിത്യവിജയം. നില 1, അൽ വസീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം, ഒരു പദവി, ഒരൊറ്റ
ആത്മാവിന് മാത്രം ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ പ്രിയ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം. സഹീഹ് മുസ്ലിം ഹദീസിൽ കാണാം, അൽ വസീല, അള്ളാഹുവിന്റെ അടിമകളിൽ ഒരൊറ്റ ആൾക്ക് മാത്രം യോജിച്ച ജന്നത്തിലെ ഒരു പദവി എനിക്ക് ലഭ്യമാകുന്നതിന് അള്ളാഹുവിനോട് ചോദിക്കൂ, ആ ആൾ ഞാനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അൽ വസീലയുടെ സ്ഥാനം അള്ളാഹുവിന്റെ അർശിന്റെ ചുവടുഭാഗത്ത് നേരിട്ടാണ്. ഇത് സ്തുതിയുടെ, ആദരവിന്റെ, ദൈവ സാന്നിധ്യത്തിലെ പരമോന്നതത്തിലെ സ്ഥലമാണ്. ഈ ദുനിയാവിലെ ജീവിതം വെച്ച് സ്വർഗത്തിലെ ഏത് സ്ഥാനങ്ങൾ കിട്ടിയാലും വിശ്വാസികൾ സന്തോഷവാന്മാരായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം തീരുമാനിക്കപ്പെടുന്നു. അതുകൊണ്ട് സ്വയം ചോദിക്കുക, ഞാൻ അവിടെ എത്തിച്ചേരാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഏത് നിലയിലുണ്ടാകാനാണ് ആഗ്രഹിക്കേണ്ടത്? വെറും കവാടങ്ങൾ മാത്രം ലക്ഷ്യമിടാതെ ജന്നത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുക.